ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കേക്കാണ്. ഇത് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓറിയോ കേക്കാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിമ്പിൾ ഓറിയോ കേക്ക് തയ്യാറാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് വേണം, 1 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുക്കേണ്ടത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും സാധനം മതി നമ്മുടെ ഈ സിമ്പിൾ ഓറിയോ കേക്ക് തയ്യാറാക്കുവാൻ. ആദ്യം നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ ബിസ്ക്കറ്റും ക്രീമും രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ക്രീമും ബിസ്ക്കറ്റും ഇതുപോലെ 2 പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ ബിസ്ക്കറ്റും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റും ക്രീമും കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ബിസ്ക്കറ്റ് നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുക്കണം. ഞാൻ അടിച്ചെടുത്തിട്ട് വരാം. ബിസ്ക്കറ്റ് ഇവിടെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബാറ്റർ ഒട്ടും തന്നെ ലൂസാവാൻ പാടില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 കപ്പ് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കേക്ക് റെസിപ്പിയാണിത്. ഒത്തിരി കോസ്റ്റ്ലിയുമല്ല. ഒരു 60 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാണ്. ഇനി നമുക്ക് കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ കേക്ക് ടിന്നിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. എല്ലാ സൈഡും ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തും നന്നായിട്ട് ഓയിൽ ഒഴിച്ച് എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കേക്ക് തയ്യാറാക്കാനുള്ള കേക്ക് ടിൻ ഇവിടെ റെഡിയാണ്. നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിലെ എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു ചുവട് കട്ടിയുള്ള ഒരു പഴയ പാത്രം 5 മിനിറ്റ്
പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓറിയോ കേക്ക് എന്തായെന്നൊന്ന് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്ക് നന്നായിട്ടൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് വെറ്റ് ചെയ്യുന്നതിനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഷുഗർ ചേർക്കാതെയാണ് നമ്മുടെ ഓറിയോ കേക്ക് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് ചേർക്കാൻ നേരത്ത് കുറച്ചും കൂടി നല്ല മധുരവും കിട്ടും. പിന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഈ കേക്ക് ടിന്നിൽ നിന്നൊന്ന് മാറ്റാം. ഇതിൽ നിന്ന് ഈ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. കണ്ടോ എത്ര സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമ്മുടെ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീം 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഈ വെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടോപ്പിലേക്കിട്ട് ഒന്ന് ലെയർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ടോപ്പ് ലെയറും കൂടി വെച്ച് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഓറിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ഈസി മെത്തേഡാണ്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.